ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ചിതേ ഈ ബൗളിൽ നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്തൊക്കെയാണ് ചിക്കൻ കറിയും ബാക്കിയുള്ള കുറച്ച് പീസ് വെച്ചിട്ട് ഷവായിയാണ് ഉണ്ടാക്കുന്നത്, മസാല ഷവായി. അപ്പോൾ നമുക്ക് ഫുൾ ചിക്കൻ തന്നെ വേണമെന്നില്ല, ചെറിയ പീസ് ചിക്കൻ വെച്ചിട്ടും ഷവായി ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഷവായി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ നോർമൽ മിളകാണ്. ആ മിളക് ഒരു 5-6 എടുത്തിട്ട് കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയിലും ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ചതാണ് കേട്ടോ. ബാക്കി വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് സബോള, അതായത് ഒരു സബോളയാണ് ഞാൻ എടുത്തേക്കുന്നത്, ചെറിയ സബോളയാണത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില. ഇതിലേക്ക് വേണ്ട പൊടികളാണ്: 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക്, ഒരു 1/4 ആകുമ്പോൾ കുരുമുളകും ഗരം മസാല എടുക്കുക, അത് എരിവിനനുസരിച്ച്. ഇത് 1 സ്പൂണ് കാശ്മീരി മുളകാണ്. ഇനിയിപ്പോൾ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം കേട്ടോ. പിന്നെ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ. അപ്പം ഞാൻ അടിച്ചിട്ട് വരാം. ഇതിൽ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ് കൂടി ഇടണം കേട്ടോ. അത് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ട്. ഇനി അരച്ച് വരാം. കുറച്ച് അരച്ചിട്ടുണ്ട്. ഇനി 2 മൂടി സൺഫ്ലവർ ഒഴിക്കണം കേട്ടോ. ഒരു 2.5 മൂടി ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൊത്തം വേണ്ടി വരില്ല, നമുക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിട്ട് ഈ മസാല പറ്റാട്ടോ. മസാല നന്നായി ഉണ്ടാവുന്നത് നല്ലതാണ്, ചിക്കനിൽ നന്നായി പിടിക്കണം. ഞാനിത് നൈറ്റിലേക്കുള്ളതാണ് തയ്യാറാക്കുന്നത്. രാത്രി ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, പക്ഷേ ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ പലഹാരങ്ങളുടെ കൂടെ കഴിക്കാനാണ് ഇതൊന്നുകൂടി ടേസ്റ്റ്. ഇതിപ്പോൾ അത്യാവശ്യം മസാല ഇതൊക്കെ ആക്കിയിട്ട് നമ്മളിത് പറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിനി ഇത് വൈകിട്ട് ഉണ്ടാവുള്ളൂ, അതുവരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കൂട്ടോ. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഞാനിതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇടുന്നുണ്ട്, കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട് കേട്ടോ. അതൊന്നുകൂടി ടേസ്റ്റിന് നല്ലതാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇടാം. ഇനി ഇതെല്ലാം പറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല ഷവായുടെ മസാല ഈ ചിക്കനിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിലടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് കുക്കറിലേക്ക് ഇടട്ടെ. ഈ മസാലയോടെ വേണം നമ്മൾ കുക്കറിലേക്ക് ഇടാൻ. ഇതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട എല്ലായിടത്തും. ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. എല്ലാ മസാലയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാം ഇതിലിട്ടതിന് ശേഷം മൂടിയിട്ട് 2 വിസിലടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 2 വിസിലായി കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടുക. എന്നിട്ട് വിസിൽ പോയതിന് ശേഷം നമ്മൾ തുറക്കുക കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള ചെയ്യാം. നമ്മുടെ വിസിലൊക്കെ പോയിട്ടുണ്ട്, നമ്മളത് തുറക്കുകയാണേ. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ മതി കേട്ടോ. ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്യാൻ വേണ്ട, ഓൾറെഡി നമുക്ക് വെന്ത് വന്നതാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കുറേശ്ശെ ചിക്കൻ മാത്രം എടുത്തിട്ട് ആദ്യം ഫ്രൈ ചെയ്യാം കേട്ടോ. സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ നേരിട്ട് കിടക്കും. ഇനി ഞാൻ കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുക വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിൽ മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര വേണ്ടാൽ മതി, ഫ്രൈ ആയാൽ മതി. ചെറിയൊരു ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് വേണ്ട. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. സ്ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഞാനിപ്പോൾ മസാല ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പറ്റിച്ചെടുക്കണം, ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിൻ്റെ ആ മസാലയുടെ ഒരു ചെറിയൊരു കുത്ത് സ്മെല്ല് ഉണ്ടാവില്ലേ, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഇനി ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്, ആ ബബിൾസ് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ എടുത്തിട്ട് ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ചിക്കൻ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ മസാല ഒക്കെ ഇതിന് മേലേക്ക് വെച്ച് ഒന്ന് സെറ്റാക്കുക. ഇതൊന്ന് നീല സെറ്റായിട്ട് വരട്ടെ കേട്ടോ. നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്.
ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ മസാല ഒക്കെ ചിക്കൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിന് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടി ആ മസാല ഒന്ന് സെറ്റ്